അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പ്രത്യേകമായ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ വചനങ്ങളാണ്. അത് മറ്റു ഗ്രന്ഥങ്ങൾ പോലെയോ മറ്റു ഏത് വിഷയങ്ങൾ പോലെയും അല്ല. അതിനെ പ്രത്യേകം പരിഗണിക്കണം, ബഹുമാനിക്കണം. അതിൻ്റെ ഓരോ വരികളാണെങ്കിലും ഓരോ ആയത്തുകളാണെങ്കിലും എന്തിനേറെ ഖുർആനിലെ ഓരോ അക്ഷരങ്ങൾക്ക് പോലും മഹത്വമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയാകുമ്പോൾ തന്നെ അതിൻ്റെ എത്രത്തോളം അത് ശ്രദ്ധിക്കണം എന്ന് നമുക്ക് അറിയാത്തവരല്ല നാം ആരും. ഖുർആൻ ചുമരുകളിലും മറ്റു വസ്തുക്കളിലും എഴുതുന്നതിന് പ്രത്യേക നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് വാഹനങ്ങളിൽ എഴുതുന്നതും. മുമ്പെല്ലാം ഇതുപോലെ മാഷാ അല്ലാ എന്നും അതുപോലെ അള്ളാഹുവിൻ്റെ പേരുകളാണെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകളും വാഹനങ്ങളിൽ എഴുതി കാണാറുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്തായി എന്താണ് അതിൻ്റെ കാരണമെന്നറിയില്ല. പല വാഹനങ്ങളിലും അതിൻ്റെ ബാക്ക് ഗ്ലാസ്സിൽ അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും എന്നുള്ള ആയത്ത് ഒരുപാട് വാഹനങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓർമ്മപ്പെടുത്തണം എന്ന് തോന്നിയത്. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ അതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഒന്ന്, അതിൽ അഴുക്കുകൾ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. പക്ഷികളും മറ്റും കാഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്നുമില്ലെങ്കിലും പൊടി പിടിച്ച് കിടക്കുക എന്നുള്ളത് ബാക്ക് ഗ്ലാസ് ആണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിലും ഇത് തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ഇതെല്ലാം ശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാകുമ്പോൾ അതിനോടുള്ളൊരു അവഗണനയോ അതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ കഴിയാതിരിക്കുകയോ ഉണ്ടാവാം. അതുകൊണ്ട് അത് നല്ലതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതുപോലെ ചുമരിൽ എഴുതുന്നതും വാഹനങ്ങളിൽ എഴുതുന്നതും മറ്റ് എവിടെയാണെങ്കിലും പള്ളിയുടെ ചുമരാണെങ്കിൽ പോലും അതിൻ്റെ ബഹുമാനത്തിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത വിധമാകുമ്പോൾ അത് അനുവദനീയമല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം താഴെ ചേർക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുകയും ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. അല്ലാഹുവേ, വളരെ ചിന്തിക്കാനുള്ള, ജീവിതത്തിൽ പഠിക്കാനുള്ള, പ്രാവർത്തികമാക്കാനുള്ളതാണ്. ചില വീടുകളുടെ ഭിത്തികളിൽ, പള്ളികളുടെ ഭിത്തികളിൽ അല്ലാഹുവിന്റെ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതണ്ട എന്നല്ല പറയുന്നത്. വീടുകളുടെ ഉള്ളിൽ അതുപോലെ വാഹനങ്ങളിൽ പല ആളുകളും മാഷാ അല്ലാ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആശയങ്ങൾ വരുന്ന, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒന്നും വരുന്ന നമ്മൾ എഴുതി വെക്കരുത്. ചില ആളുകൾ എഴുതി വെക്കും ഹാദാ മിൻ ഫദ്ലില്ല, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ ചില വീടുകളിലൊക്കെ എഴുതി തൂക്കും ആയത്തുൽ കുർസിയും അല്ലാത്തതും എല്ലാം എഴുതി വെക്കും ഭിത്തിയിൽ, അല്ലേ? ആ ഭിത്തിയിൽ എന്റെ പ്രിയമുള്ളവരെ, അതിലൂടെ കടന്നു പോകുന്ന ജീവികൾ അത് മൂത്രിക്കുകയും കാട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ പുറത്താണ്, ഈ ഖുർആനിന്റെ ആയത്തിന്റെ പുറത്താണ്. പല പള്ളികളിലും നമ്മൾ പോയി നോക്കുക, നമുക്ക് പല പള്ളികളിലും ഖുർആനിന്റെ ആയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, പല പള്ളികളിലും വെളികൾ എന്ന് പറഞ്ഞാൽ പല പള്ളികളുടെയും മുൻവശങ്ങളിലൊക്കെ. എന്നാൽ അവിടെ കാക്കയും അതുപോലെ പ്രാവുകളും ഒക്കെ വന്നിരുന്നിട്ട് കാഷ്ടിക്കാറുണ്ട്. അല്ലാഹുവിന്റെ കലാമാണ്. നാളെ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ.
ഖുർആന്റെ ലിപികൾ നിങ്ങളുടെ വീടിന്റെ ഭിത്തികളിൽ എഴുതി വെക്കരുത്. അല്ലാഹുവേ, അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചു പറഞ്ഞു, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. ചില ഓട്ടോറിക്ഷകളിൽ, ചില വാഹനങ്ങളിൽ, ചില കാറുകളിൽ അവിടെ നിന്ന് അറബിയിൽ ആയത്തുകൾ എഴുതി വെക്കാറുണ്ട്. അതല്ലാ, അതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മോശപ്പെടുത്തുന്ന, അള്ളാന്റെ കലാമിന് മോശം വരുന്ന ഒന്നും ചെയ്യല്ലേ. മുസ്ഹഫ്